കോഴിക്കോട് പുറക്കാമലയിൽ ക്വാറി വിരുദ്ധ സമരത്തിനിടെ 15 വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ അത് കുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, കുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ കുട്ടീനെ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. എന്താണ് അന്നുണ്ടായത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവന് ഈ കൗതുകത്തോടുകൂടി പോലീസ് ബസ്സൊക്കെ പോകുന്നത് കണ്ടിട്ട് അവന് അവിടത്തേക്ക് കാണാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോലീസ് ആളുകളെ ഇങ്ങനെ നിരന്തരം ഇപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ പുറക്കാമല സമരത്തിൻ്റെ തുടക്കം മുതൽ ഒരു ഏകപക്ഷീയമായ രീതിയിലാണ് പോലീസ് പെരുമാറിക്കൊണ്ടിരുന്നത്. കോറി മാഫിയക്ക് അനുകൂലമായ രീതിയിലാണ് പോലീസിൻ്റെ ഇടപെടൽ മൊത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ എടുത്ത കേസ് മുഴുവനും ഇത് പ്രതിഷേധിക്കുന്ന നമ്മളെ സമരസമിതി പ്രവർത്തകർക്കെതിരെയാണ് മൊത്തം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത പരാതിയൊന്നും പോലീസ് സ്വീകരിക്കുന്നില്ല. അവനെ ആദ്യം കൈകാര്യം ചെയ്യുന്നത് CI ആണ്. ആദ്യം ഫസ്റ്റ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. CI ആണ് അവനെ പിടിക്കുന്നത്. പിന്നെ പോലീസും SIയും ASIയും ഉൾപ്പെടെയുള്ള 15ഓളം പോലീസുകാർ ക്രൂരമായ രീതിയിൽ അവനെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരു ഏകപക്ഷീയമായ രീതിയിൽ എന്തോ ഒരു പ്രതികാരം ചെയ്യുന്ന ഒരു 10-15 മിനിറ്റോളം അവനെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരമാണ് പോലീസ് അവനെ വിട്ടയക്കുന്നത്. അത് കൂടെയുള്ള ആളുകൾ ഒക്കെ ബന്ധപ്പെട്ടതിന് ശേഷം അവന് ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. SLC പരീക്ഷ മേപ്പയൂർ ഹൈസ്കൂള് പഠിക്കുന്ന കുട്ടിയാണ്. SLC പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരമാണ് അവനെ വീട്ടിലേക്ക് വിട്ടയക്കുന്നത്. വീട്ടിൽ വന്ന കൊന്നു കുറച്ച് വൈകി സമയത്താണ് വീട്ടിലെത്തിയത്. 12 മണിയോട് ആ സമയത്താണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാരാണ് എനിക്ക് നാവി വേദന ഉണ്ട്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, തല മൊത്തം വേദന ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇന്ന് മെല്ലെ പരീക്ഷ എഴുതി അതിനുശേഷം അവിടെ ഹോസ്പിറ്റലിൽ വന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാന്ന്, സ്കാനിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനാവും, തല മൊത്തം വേദന ഉണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെ 15ഓളം പോലീസുകാർ ചേർന്നാണ് കൊച്ചിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ പിതാവ് പറയുന്നത് വെറുതെ ഒരു സമരം നടക്കുകയാണ്, വെറുതെ ഒരു കൗതുകത്തിന്റെ ഭാഗമായി അവിടെ പോയി നിന്നതാണ് എന്നാണ് പിതാവ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. മറ്റ് ചികിത്സാ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.